അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. 114 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തേതാണ് സൂറത്തുൽ ബഖറ. അങ്ങനെ തുടങ്ങി പോകുന്നുണ്ട്. അവസാനമായി സൂറത്തുൽ നാസ്. അപ്പൊ ഈ എല്ലാ സൂറത്തുകൾക്കും ഓരോന്നിനും വ്യത്യസ്തമായ മഹത്വങ്ങളാണുള്ളത്. ഇപ്പോ സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആനിലെ സൂറത്തുകൾ അവസാനം വരുന്ന ഒരു ചെറിയ സൂറത്തുകളിൽ കുറഞ്ഞ ആയത്തുകളാണ് ഇത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത് ഖുർആനിന്റെ 1/3 സമാനമാണ്. ഒരാൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിന്റെ ഫലമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവനിക്ക് നരകമോചനം ലഭിക്കുന്നതാണ്. നരകമോചനം 2 നിലക്കാണ് മഹാന്മാർ പറഞ്ഞത്. ഒന്ന് ബറാഅത്തുൻ മിനന്നാർ അൽ കുബറ, ഇതൊന്ന് അസ്സുഗറയാണ്. വലിയ നരകമോചനം ലഭിക്കും. അതാണ് സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം നാം പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും നരകമോചനം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വെക്കുന്നുണ്ട്. മരിച്ചവരുടെ പേരിൽ ഹദീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെറിയതാണ്. വലിയൊരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ മഹത്വങ്ങളിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു ദിവസം സ്വഹാബത്ത് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കേസ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, അവരുടെ ഇമാമ് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 2 സൂറത്ത് ഓതുന്ന ഒരു കംപ്ലൈന്റ് പറഞ്ഞു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഇമാമ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, പക്ഷെ അയാള് ഫാത്തിഹയ്ക്ക് ശേഷം 2 സൂറത്ത് ഓതുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ഓതുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, അതെ. എന്തിനാണ് അങ്ങനെ ഓതുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ 1 സൂറത്ത് ഓതുന്നു നബി, പക്ഷേ മറ്റൊരു സൂറത്ത് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അത് ഞാൻ എല്ലാ റക്അത്തിലും എനിക്ക് ഓതണമെന്നൊരു താല്പര്യമാണ്. ഞാൻ അതിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. എനിക്കത് ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, അതിനോടുള്ള നിന്റെ ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് നാം ധാരാളം പാരായണം ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ എല്ലാ സൂറത്തുകൾക്കും വ്യത്യസ്തമായ മഹത്വങ്ങളാണുള്ളത്. ഖുർആൻ ഓതാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം വളരെ നഷ്ടത്തിലായ ഒരു ദിവസമായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.